بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള എലിക്സിർ എന്ന ഗ്രന്ഥമാണ് നാം വായിക്കുന്നത്. അതിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മൻസിലത്തു തൗബ എന്നുള്ള സ്ഥാനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പരാമർശിച്ചത്. അതിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു മസ്അല ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. പാപം ചെയ്യാത്തവനും പാപം ചെയ്ത് തൗബ ചെയ്തവനും ഇതിലാരാണ് ഉത്തമൻ എന്നുള്ള ഒരു ചർച്ച. അതല്ലെങ്കിൽ പാപം ചെയ്യാത്തവനേക്കാൾ പാപം ചെയ്ത് തൗബ ചെയ്തവന് അവന് മുൻഗണന ലഭിക്കുമോ അല്ലെങ്കിൽ സ്ഥാനം ലഭിക്കുമോ, സ്ഥാനം ഉയരുമോ എന്നീ നിലയ്ക്ക് അവർ രണ്ടു തമ്മിലുള്ള വ്യത്യാസമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ പാപം ചെയ്യാത്ത വ്യക്തിയാണ് കൂടുതൽ ഫضലുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠനായിട്ടുള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവരതിന് തെളിവ് പിടിച്ച വജ്ഹുകൾ നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയവൻ അവനും പഴയതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്ത് എത്താൻ സാധിക്കും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ വജ്ഹുകൾ ഏത് നിലക്കാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്, അവരഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നെല്ലാമാണ് നമ്മൾ പറഞ്ഞത്. അതിലെ 3ഓളം വജ്ഹുകൾ, എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം എന്ന് 3ഓളം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദർസിൽ വായിച്ചു. അടുത്ത 4-ാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് തൗബ ചെയ്ത് മടങ്ങുന്നവന് അത് പഴയ സ്ഥാനം തന്നെ ലഭിക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉന്നതമായ സ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്നുള്ളതിൽ 4-ാമത്തേതിൽ പറയുന്നു أن الذنب قد يكون أنفع للعبد إذا اقترنت به التوبة من كثير من الطاعات. ചിലപ്പോഴെല്ലാം പാപങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അടിമയ്ക്ക് സംഭവിക്കുന്ന പാപം എന്നുള്ളത് തൗബയോട് ഒപ്പമാണ്, അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്ന് അവൻ യഥാർത്ഥ രൂപത്തിൽ നസൂഹായ തൗബ ചെയ്ത് മടങ്ങുന്നുണ്ട് എങ്കിൽ അവൻ ചെയ്യുന്ന ധാരാളം അള്ളാഹുവിനുള്ള അനുസരണത്തെക്കാൾ ആ പാപം ചിലപ്പോൾ അവൻ ഉപകരിച്ചേക്കാം. അതായത് ഒരുവൻ ചെയ്യുന്ന പാപം അതിനുശേഷം അവൻ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, നസൂഹായ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ആ പാപം ഒരുപക്ഷെ അവന് ധാരാളം അനുസരണത്തെക്കാൾ ഉപകരിക്കുന്ന ഒരവസ്ഥയിലായേക്കാം. വഹാദാ മഅനാ ഖൗലി ബഅ്ദി സലഫ്. ഈ ഒരു ആശയമാണ് സലഫുകളിൽ ചിലരുടെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ വാക്ക്? ഖദ് യഅമലുൽ അബ്ദു ദംബ ഫയദ്ഖുലു ബിഹിൽ ജന്ന വഖദ് യഅമലു ത്വാഅത ഫയദ്ഖുലു ബിഹിൻ നാർ. ഖദ് യഅമലുൽ അബ്ദു ദംബ, ഒരടിമ അവൻ പാപം ചെയ്തേക്കാം, അവൻ ഒരു പാപം ചെയ്യുകയാണ്. ഫയദ്ഖുലു ബിഹിൽ ജന്ന, അവൻ ആ പാപം കാരണത്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും. വഖദ് യഅമലു ത്വാഅ ഫയദ്ഖുലു ബിഹിൻ നാർ, ഒരുവൻ ഒരു പാപം അനുസരണം, അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു നന്മ നല്ല കാര്യം ചെയ്തേക്കാം, അതുകൊണ്ട് അവൻ നരകത്തിലേക്കും പ്രവേശിക്കാം എന്ന് സലഫുകൾ പറയാറുണ്ട്. അപ്പോൾ ഈ വാക്ക് പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു, ഖാലു ചോദിച്ചു, വകൈഫ ദാലിക്, അതെങ്ങനെയാണ്? ഒരാൾ പാപം ചെയ്തിട്ട് സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ അയാൾ നന്മ ചെയ്തിട്ട് നരകത്തിലേക്കും പോകുന്നത് എങ്ങനെയാണ്? ഖാല, അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, യഅമലു ദംബ ഫലാ യസാലു നുസ്ബ ഐനൈഹി, അവനൊരു പാപം ചെയ്യും, അത് അവൻ്റെ മുമ്പിൽ എപ്പോഴും അവൻ്റെ മുമ്പിൽ, അവൻ്റെ കണ്ണിന് മുമ്പിൽ കാണുന്ന അവസ്ഥയുണ്ടാകും. ഇൻ ഖാമ വ ഇൻ ഖഅദ വ ഇൻ മശാ, അവൻ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും എല്ലാ സമയത്തും ഞാൻ ഈ പാപം ചെയ്തു പോയല്ലോ, എനിക്കിത് സംഭവിച്ചു പോയല്ലോ എന്നവൻ്റെ മുമ്പിൽ എപ്പോഴും ചിന്തയുണ്ടാകും. കുല്ലമാ ദക്കറഹു അഹ്ദസ ലഹു തൗബതൻ വസ്തിഗ്ഫാറൻ വനദമൻ, എപ്പോഴെല്ലാം അവൻ ആ പാപത്തെക്കുറിച്ച് ഓർക്കുന്നുവോ അപ്പോഴെല്ലാം അവന് തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും അതിലങ്ങേറ്റ ഖേദവും അവനുണ്ടാകും. ഫയകൂനു ദാലിക സബബ നജാതിഹി, അങ്ങനെ ആ പാപം എന്നുള്ളത് അവന്റെ രക്ഷയ്ക്കൊരു കാരണമായി തീരും. കാരണം ആ പാപം സംഭവിച്ചുകൊണ്ട് എന്താവും? എപ്പോഴും അവന് അതിലുള്ള ഖേദവും അതിലുള്ള ദുഃഖവും, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പാപിയാണ് എന്നുള്ള ബോധവും, ഞാൻ വലിയൊരാളല്ല എന്നുള്ള രുചിവില്ലാതെ എപ്പോഴും ആ ഒരു അവസ്ഥയിൽ
അവൻ അങ്ങേയറ്റം ഖേദമുണ്ടാകും, അതവൻ്റെ രക്ഷയ്ക്കൊരു കാരണമാകും. എന്നാൽ മറ്റു ചില ആളുകൾ വയഅമലുൽ ഹസന, നന്മ ചെയ്യും, ഒരുവൻ നന്മ ചെയ്യാണ്, നല്ലൊരു കാര്യം ചെയ്യാണ്, ഫലാ തസാലു നുസ്ബ ഐനൈഹി, ആ നന്മ എപ്പോഴും അവൻ്റെ മുമ്പിലുണ്ടാവും. അവനെപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളുകളാണ്, ഇന്നെ നന്മ ചെയ്യുന്ന ആളാണ് എന്ന നിലക്ക് അവൻ്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകും. വഇൻ ഖാമ വഇൻ ഖഅദ വഇൻ മശാ, അവൻ എപ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ആ നന്മയെക്കുറിച്ച് ഞാൻ ഇന്നെ ചെയ്യുന്ന ആളാണ്, ഞാൻ ഇത്ര നിസ്കരിക്കും, ഇത്ര നോമ്പ് എടുക്കും, അല്ലെങ്കിൽ ഇത്ര സദഖ എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഉള്ളിൽ എപ്പോഴും അവന് തോന്നും. അവന് എപ്പോഴും അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടാകും. കുല്ലമാ ദക്കറഹ ഔറസത്ഹു ഉജ്ബൻ വകിബ്റൻ വമിന്നതൻ, എപ്പോഴെല്ലാം അവൻ ചെയ്ത സൽക്കർമ്മത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഉജ്ബുണ്ടാകും, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, വകിബ്റൻ അഹങ്കാരം ഉണ്ടാകും, വമിന്നതൻ പെരുമ കൊള്ളുന്ന അതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ എന്ന നിലക്കുണ്ടാകും. ഫതകൂനു സബബ ഹലാക്കിഹി, അത് അവൻ്റെ നാശത്തിനും കാരണമാകും. അതായത് നല്ലൊരു കർമ്മം ചെയ്തിട്ട് ഉജ്ബും കിബറും ഉണ്ടായി അവൻ്റെ നാശത്തിലേക്ക് അത് കാരണമായി, അവൻ നരകപ്രവേശനത്തിന് കാരണമാകുന്നവനാകും. പാപം ചെയ്തു കഴിഞ്ഞ് അങ്ങേയറ്റം ദുഃഖിതനായി പൊട്ടിത്തകർന്ന ഹൃദയവുമായി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത് ആ തൗബയുടെ ഫലമായിട്ട് അവൻ സ്വർഗത്തിലും പ്രവേശിക്കാൻ കാരണമാകും. ഫയകൂനു ദംബു മൂജിബൻ ലിതറത്തുബി തആത്തിൻ വഹസനാത്തിൻ. ഈ ഒരു അർത്ഥത്തിൽ, ഈ ഒരു ആശയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, പാപം എന്നുള്ളത് ഈ അനുസരണവും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളുമെല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് വെക്കാൻ ചില സമയങ്ങളിൽ എന്തായിരിക്കും ഒരാൾക്ക് കാരണമാകും. അഥവാ അള്ളാഹുവിനുള്ള അനുസരണം ചെയ്യുന്ന ഒരുവന് ഉജ്ബില്ലാതിരിക്കാൻ, കിബറില്ലാതിരിക്കാൻ, പെരുമ കൊള്ളാതിരിക്കാനൊക്കെ അവന് സംഭവിക്കുന്ന പാപങ്ങൾ അതിനുശേഷം തൗബ ചെയ്ത് മടങ്ങുന്നത് കാരണമായി തീരും അവന് ഉജ്ബില്ലാതിരിക്കുന്ന അവസ്ഥയിൽ. മുആമലാത്തിൻ ഖൽബിയത്തിൻ, അതുപോലെ തന്നെ ഖൽബിന്റെ പ്രവർത്തനങ്ങൾ, ഖൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ ഉജ്ബ് തോന്നാതെ, അയാൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ ആലോചിച്ചാൽ മതി, ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ എല്ലാ നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ, അവൻ എത്രത്തോളം ഉജ്ബുണ്ടാകാം. എന്നാൽ നന്മ ചെയ്യുന്ന ഒരാളാണ്, ഇടയ്ക്ക് അവന് പാവം സംഭവിച്ചു പോകുന്നു, തൗബ ചെയ്ത് മടങ്ങുന്നു, അവൻ എത്ര വലിയ സൽക്കർമ്മം ചെയ്താലും ഞാൻ മോശക്കാരനാണ് എന്നുള്ള ചിന്ത അവൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും, ഒരു മുഅ്മിന്റെ അവസ്ഥ. അപ്പോൾ ഖൽബുമായിട്ടുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകും. മിൻ ഖൗഫിൻ മിൻ അല്ലാഹ്, ഖൽബിന്റെ ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവും. എത്ര സൽക്കർമ്മം ചെയ്താലും അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവും. വഹയാഇൻ മിൻഹു, അള്ളാഹുവിന് മുമ്പിൽ ലജ്ജ ഉണ്ടാകും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പാപിയാണ് എന്ന ബോധം ഉണ്ടാകും. വൈത്റാഖിൻ ബൈന യദൈഹി മുനക്കിസൻ റഅസഹു ഖജലാ, അള്ളാഹുവിന്റെ മുമ്പിൽ എപ്പോഴും തലകുനിച്ചവനായിക്കൊണ്ട് ആവശ്യക്കാരനായിക്കൊണ്ട് തന്നെ നിൽക്കും. ബാക്കിയൻ നാദിബൻ, കരയുന്നവനായിക്കൊണ്ട്, അതുപോലെ തന്നെ ഖേദമുള്ളവനായിക്കൊണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, എപ്പോഴും നന്മ ചെയ്യുന്ന ഒരാൾക്ക് എന്തിനാ ഖേദം, എന്തിനാ അയാൾ കരയേണ്ടി വരിക, അല്ലെങ്കിൽ അയാൾ എന്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് പേടിക്കുക, അള്ളാഹുവിന് മുമ്പിൽ എങ്ങനെ ലജ്ജ ഉണ്ടാവുക, അവന് കൂടുതൽ ഉജ്ബിലേക്ക് സാധ്യതയുണ്ട്. മുസ്തഖ്ബിലൻ റബ്ബഹു, അവനവൻ്റെ റബ്ബിലേക്ക്, അഥവാ പാവം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ റബ്ബിലേക്ക് കൂടുതൽ തിരിയാനും മുന്നിടാനും ഒരു കാരണമായി തീരും. ഇങ്ങനെയാണ് സലഫുകൾ ഈ ഒരു ആശയത്തെ പറഞ്ഞത്, സലഫുകളുടെ വാക്കാണ്. അപ്പോൾ പാപം ഈ നിലക്ക് ഒരുപാട് അനുസരണത്തെക്കാൾ ഉപകരിക്കുന്ന അവസ്ഥയും ചിലപ്പോഴെല്ലാം ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തെറ്റ് ചെയ്യാത്തവനേക്കാൾ ഉത്തമനാകുന്ന അവസ്ഥയും ഉണ്ട് എന്നറിയിക്കാനാണ് ഇത് കൊണ്ടുവന്നത്. എന്നിട്ട് പറയാണ്, കുല്ലു വാഹിദിൻ മിൻ ഹാദിഹിൽ ആഥാരി അൻഫഉൽ അബ്ദി മിൻ തആഅത്തിൻ തുജിബു ലഹു സൗലതൻ. ഇങ്ങനെ തൗബ ചെയ്തതിന് ശേഷം അവനുണ്ടാകുന്ന ഈ അനന്തര ഫലങ്ങൾ, ഈ ഖേദവും ദുഃഖവും എല്ലാം അവന് ഉപകാരമുള്ളതാണ്. ഏതിനേക്കാൾ? അള്ളാഹുവിനെ അനുസരിച്ചിട്ട് അവനൊരു സൗലത്ത് ഉണ്ടാവുന്നേക്കാൾ. സൗലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കിട്ടാൻ അർഹനാണ്. ഒരാൾ അള്ളാഹിനെ അനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് അവന് തോന്നുകയാണ്, ഈ ചെയ്ത കാരണത്താൽ എനിക്ക് അള്ളാഹിന്റെ അടുക്കൽ ഇന്നൊരു പദവിക്ക് ഞാൻ അർഹനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്വർഗം വേണം, അങ്ങനെ ഉണ്ടാവുന്ന ചിന്ത, അതിനേക്കാൾ എത്രയോ ഉപകാരമാണ് പാപം ചെയ്ത് തൗബ ചെയ്ത് അള്ളാഹുവിന് മുമ്പിൽ പൊട്ടിത്തകരുക എന്നുള്ളത്. വഖിബ്റൻ വസ്ദിറാഅൻ ബിന്നാസ്, അതുപോലെ അഹങ്കാരം ഇല്ലാതിരിക്കാൻ, നന്മ ചെയ്തിട്ട് അഹങ്കാരം ഇല്ലാതിരിക്കാൻ, ജനങ്ങളെ പുച്ഛിക്കാതിരിക്കാൻ. അഥവാ ജനങ്ങൾക്ക് വിലവർച്ചയാണോ, അതായത് ഒരാൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാ വിചാരിക്കുക, ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ഒരാളെ കാണുമ്പോൾ അവന് തോന്നും അവനൊക്കെ തെറ്റ് ചെയ്യുന്നവനാണ്, ഞാൻ നല്ലവനാണ്, ആ നിലക്ക് ജനങ്ങളെ വില കുറച്ച് കാണുന്ന അവസ്ഥ, അതിൽ നിന്നെല്ലാം അവന് രക്ഷപ്പെടാൻ സാധിക്കും. വറുഇയതഹും ബിഐനിൽ ഇഹ്തിഖാർ, ബാക്കിയുള്ള ആളുകളെ, ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ അങ്ങേയറ്റം പുച്ഛത്തോടെ കാണുന്ന അവസ്ഥയിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധിക്കും പാപം സംഭവിക്കുമ്പോൾ. വലാ റൈബ അന്ന ഹാദൽ മുദ്നിബ് ഖൈറുൻ ഇൻദല്ലാഹ്, ഈ നന്മ ചെയ്ത് ഈ നിലക്ക് മറ്റുള്ളവരെ പുച്ഛിക്കുന്നവനേക്കാളും ഉജ്ബുള്ളവനേക്കാളും കിബറുള്ളവനേക്കാളും എല്ലാം എന്ത് ഖൈറുള്ളവനാണ്? പാപം സംഭവിച്ച് തൗബ ചെയ്യുന്നവൻ ഖൈറുള്ളവനാണ്. വഖറബു ഇലൻ നജാതി വൽ ഫൗസ് മിൻ ഹാദൽ മുഅ്ജബ് ബിതാഅതിഹി,
അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ഉണ്ടാവുന്നവനേക്കാൾ വിജയത്തിലേക്കും രക്ഷയിലേക്കും അടുത്തിട്ടുള്ളവൻ പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിയവനാണ്. പാപം സംഭവിച്ച് തൗബ ചെയ്ത് മടങ്ങിയവനാണ്. പാപം അറിവാണമെന്നുകൊണ്ട് പാപം ചെയ്യാനല്ല പറയുന്നത്, പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അസ്വാഇലു ബിഹാ മിൻ ഹാദൽ മുഅ്ജബിൽ ബിതാഅതിഹി അസ്വാഇലു ബിഹാ, അള്ളാഹുവിന്റെ അടുക്കൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് സ്ഥാനമുണ്ടെന്ന് ചിന്തിക്കുന്നവൻ, അൽമാനി ബിഹ, അതുകൊണ്ട് പ്രത്യേകം പെരുമ കൊള്ളുന്നവൻ, ഇങ്ങനെയുള്ളവരെക്കാളെല്ലാം ഉത്തമനായിരിക്കും. വബിഹാലിഹി അലല്ലാഹി വഇബാദിഹി, അങ്ങനെയുള്ള ഒരുവൻ അഥവാ പാപം സംഭവിച്ച് തൗബ ചെയ്യുന്നവന്റെ അവസ്ഥ അള്ളാഹുവിന്റെ മുമ്പിലും മറ്റുള്ള സൃഷ്ടികളുടെ മുമ്പിൽ എങ്ങനെയായിരിക്കും? പാപം സംഭവിക്കുന്ന ഒരുവന്, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരനാണ് മനസ്സിലാക്കുന്ന ഒരുവന് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പെരുമാറാൻ സാധിക്കില്ല. അവൻ ചിലപ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി. وإن قال بلسانه خلاف ذلك فالله شهيد على ما في قلبه. ഇനി ഒരുവൻ ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഉജുബൊന്നുമില്ല എന്നുള്ളതൊക്കെ അവൻ നാവ് കൊണ്ട് പറഞ്ഞാലും അവന്റെ ഖൽബിനുള്ളത് അറിയുന്നവനാണ് അല്ലാഹു തആല. വയകാദു യുആദി അൽ ഖലായിക ഇദാ ലം യുഅദ്ദിമുഹു വയർഫഉഹു. ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് സംഭവിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഉജുബുണ്ടാവുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ബാക്കിയുള്ളവരോടൊരു ശത്രുത വരെ ഉണ്ടാവും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് അവനെ ഞാൻ നല്ലൊരാളാണ് അതുകൊണ്ട് എന്നെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല എന്ന നിലക്ക് അവർക്ക് മറ്റുള്ളവരോട് എന്താവും? ഒരു ശത്രുത തന്നെ തോന്നുന്ന അവസ്ഥയുണ്ടാവും. വയഖ്ദഉ ലഹു, എന്നോട് താഴ്ന്നു നിൽക്കുന്നില്ല, ഞാൻ നല്ല ആളാണെന്ന നിലക്ക് എനിക്ക് സ്ഥാനം ഇതൊന്നും ബാക്കിയുള്ളവർ തരുന്നില്ല എന്ന് ചിന്തിക്കും. വയജിദു ഫീ ഖൽബിഹി ബുഗ്ളതൻ ലിമൻ ലം യഫ്അൽ ബിഹി കദാലിക്, ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകളോട് ഒരു ശത്രുത തന്നെ ഉണ്ടാവും. അതായത് അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും, പക്ഷെ റുജുബുണ്ടാകും, കിബറുണ്ടാവും. അവനെ ആഗ്രഹിക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ഞാൻ നല്ല രീതിയിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, കുറെ നന്മ ചെയ്യുന്ന ആളാണെന്ന് ആളുകളൊക്കെ എന്താവണം? പറയണം, ആ രീതിക്ക് എന്നെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നായിരിക്കും. അതില്ലാത്ത ആളുകളോട് ഒരു ശത്രുതയും ഒരു അകൽച്ചയും വെറുപ്പൊക്കെ ഇവന്റെ ഉള്ളിലുണ്ടാകും. വലൗ ഫത്തശ നഫ്സഹു ഹഖ്ഖ തഫ്തീഷ് ലറആ ഫീഹാ ദാലിക കാമിനൻ, ഒരുവൻ അങ്ങനെയുള്ള ഒരാൾ അവന്റെ സ്വന്തത്തിലേക്ക് ശരിയാവണ്ണം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചിന്ത അവിടെ മറഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകൾ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്, അള്ളാഹുവിനെ അനുസരണം ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ സ്വന്തത്തിൽ ശരിക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതെവിടെയെങ്കിലും മറഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്? നന്മ ചെയ്തുകൊണ്ട് നരകത്തിൽ പോകുന്ന അവസ്ഥയുമുണ്ട്, പാപം കാരണത്താൽ സ്വർഗത്തിൽ പോകുന്ന അവസ്ഥയുമുണ്ട്. അതിന് നിബന്ധനകളുണ്ട്. നന്മ ചെയ്യുന്നവന് ഉജുബും കിബറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നരകപ്രവേശനത്തിന് കാരണമാകും. അതുപോലെ പാപം സംഭവിച്ച തൗബത്തുൻ നസൂഹ ഇത് ഏറ്റവും നല്ല രീതിയിലായി കഴിഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ള കാരണവുമാകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ വജ്ഹ് ഉദ്ദേശിച്ചത് എന്താണ്? സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തവനേക്കാൾ ചിലപ്പോൾ ഖൈറായ ഉത്തമനായ ഒരുവനായിട്ട് ആർക്ക് മാറാൻ സാധിക്കും? പാപങ്ങൾ സംഭവിച്ച് തൗബ ചെയ്ത് മടങ്ങിയവന് ആകാൻ സാധിക്കും. അത് പറയാനുള്ള വജ്ഹാണിത്. فإذا أراد الله بهذا العبد خيرا ألقاه في ذنب كسره به. ഒരാൾക്ക് ഒരു പാപം സംഭവിച്ചു പോയ അടിമയ്ക്ക് അള്ളാഹു ഖൈറാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ പാപം കാരണത്താൽ അവന് പൊട്ടിത്തകരും. വഅറഫഹു ബിഹി ഖദ്റഹു, അവന്റെ സ്വന്തം സ്ഥാനം മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ ഉജുബുണ്ടാകുന്ന ഒരവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ വീണിട്ടുണ്ടാവും, നമ്മൾ അറിയാതെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അല്ലാഹു തആല ഒരു പാപം കൊണ്ട് നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും, ഞാൻ ഒന്നുമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ, ആളുകളുടെ മുമ്പിൽ ഞാൻ വലിയ നല്ല ആളാണ്, ഒരുപാട് സൽക്കർമ്മം ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അഹങ്കാരം തോന്നിയിട്ട് കാര്യമില്ല, ഞാൻ ഒന്നുമല്ല എന്നുള്ള സ്വന്തം നഫ്സിന്റെ ഖദർ മനസ്സിലാക്കാൻ സാധിക്കും. വകഫാ ബിഹി ഇബാദഹു ശർറഹു, മറ്റുള്ള ആളുകളിൽ നിന്ന് അവന് ഉപദ്രവം ഉണ്ടാകുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ച് അവന്റെ വില അവന് മനസ്സിലാകുന്നതിനേക്കാൾ അവന്റേതായ പാപങ്ങൾ തന്നെ മതി. അതായത് ഒരാള് അവനൊന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ആളുകൾ അവൻ എന്തെങ്കിലും ചെയ്തിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അല്ലാഹു തആല ചിലർക്ക് മനസ്സിലാക്കും. അതായത് തന്റെ കീഴിലുള്ള ആളുകളോട് ഉപദ്രവം കാണിക്കുന്ന, അപ്പൊ ഒരാൾക്ക് കുറെ അടിമകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യമാർ, മക്കൾ, ജോലിക്കാർ, അവരുടെ മേലെ ദുൽമ കാണിക്കുന്ന ആൾക്കാരോട് ഇവരെക്കാൾ മേലെയുള്ള ആളുകളെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും? അവരെ കീഴ്പ്പെടുത്തും, അവരെ വില മനസ്സിലാക്കി കൊടുക്കാൻ. പക്ഷേ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്നത് വഴി വേറെ പുറത്തുനിന്ന് ഒരാളുടെ ചെറുതൊന്നും ബാധിക്കണ്ട, അവന്റെ പാപങ്ങൾ കൊണ്ട് തന്നെ അവന്റെ വില എന്താവും?
അവന് മനസ്സിലാവും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളാണ്, ഞാനൊരു പാപിയാണ്, ഒന്നിനും കൊള്ളാത്ത ഉദ്ദേശിച്ച് ഞാനൊരു പാപിയാണ് എന്ന നിലക്ക് എനിക്കായിട്ട് ഒരു കഴിവില്ല, അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടുന്നുള്ളൂ എന്നുള്ള ബോധം അവനുണ്ടാകും. വനക്കസ ബിഇ റഅസഹു, അത് മുഖേന അവൻ തല താഴ്ന്നവനാകും, അഥവാ കിബറില്ലാത്തൊരവസ്ഥയിലാകും. വസ്തഖ്റജ ബിഹി മിൻ ഹുദാ അൽ ഉജ്ബി വൽ കിബ്രി വൽ മിന്ന അലൈഹി വഅലാ ഇബാദിഹി. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പുറത്തെടുക്കും അവന്റെ ഉള്ളിൽ നിന്ന്? ഉജ്ബില്ലാതെയാക്കും, കിബറില്ലാതെയാക്കും, സ്വന്തത്തിന്റെ മേലെയും ബാക്കിയുള്ള ആളുകളുടെ മേലൊക്കെ ഞാൻ കുഴപ്പമില്ലാതെ നല്ലൊരാളാണ് എന്നുള്ള മിന്നത്ത് അവനിൽ നിന്ന് ഒഴിവാക്കിയെടുക്കും. ഫയകൂനു ഹാദാ ദംബു അൻ ഫഅലി ഹാദാ മിൻ തആഅത്തിൻ കസീറ. അങ്ങനെ ധാരാളം അനുസരണത്തിനേക്കാൾ ഉപകരിക്കുന്ന അവനെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിപരമായിട്ടാണ്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യമായി ചിലപ്പോൾ എന്ത് മാറും? അവന് സംഭവിച്ച ഒരു പാപം മാറിത്തീരുന്ന അവസ്ഥയുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ വയകൂനു ബിമൻസിലത്തി ശുർബി ദവാഇ ലിയസ്തഖ്രിജ ബിഹി ദാഅൽ ഉദാൽ. ഏതുപോലെയാണത്? മാരകമായ ഒരു രോഗം ബാധിച്ചിട്ട് അതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ കയ്പുള്ള മരുന്ന് കുടിക്കുന്ന പോലെയാണ്. ഒരാൾക്ക് മാരകമായിട്ടുള്ള രോഗമുണ്ട്, ആ രോഗം മാറാൻ ഏറ്റവും കയ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മരുന്ന് കുടിക്കണം. അപ്പോൾ ആ മരുന്ന് കുടിക്കണം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ രോഗം നീങ്ങാനാണ്. ഈ കയ്പുള്ള ബുദ്ധിമുട്ട് സഹിച്ചാലും ആ രോഗതാവും. അതുപോലെ അവനിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഏറ്റവും അപകടം നിറഞ്ഞ റുജുവും കിബറൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില മഅസിയത്തുകൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ അവൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യും. ഇത് ഹദീസിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലം തകൂനു തുദ്നിബൂൻ ലഖിഫ്തു അലൈക്കും അക്ബർ മിൻ ദാലിക്. നിങ്ങൾ പാപം ചെയ്യാത്ത ആളുകളാണ് എങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. അൽ ഉജുബ് എന്നിട്ട് പറഞ്ഞ ഉജുബാണ് അത് എന്നുള്ളത്. അപ്പോൾ ഉജുബും മഅസിയത്തും വെച്ച് നോക്കിയാൽ ഏതാ അപകടം? ഉജുബാണ്. അപ്പൊ ആ ഉജുബ് മഅസിയത്ത് കൊണ്ട് ഒഴിവാണെങ്കിൽ എന്താണ്? കയ്പുള്ള മരുന്ന് കുടിച്ചിട്ട് വലിയ രോഗം മാറുന്ന പോലെയാണ്. അപ്പൊ അതുപോലെയാണ് അത്. കമാ ഖീല ബിലിസാനിൽ ഹാൽ ഫീ ഖിസ്സത്തി ആദം അലൈഹിസ്സലാം ഖുറൂജിഹി മിനൽ ജന്നതി ബിദംബിഹി. ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ ഉപ്പ, ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായ ആ സംഭവം, ആ ഹദീസുകളും ഖുർആനിലെ ആയത്തുകളും എല്ലാം ലിസാനുൽ ഹാൽ അഥവാ അതിന്റെ ഒരു സാഹചര്യം വെച്ച് ഒരു സംസാര രീതിയിൽ പറയുകയാണ് എങ്കിൽ, അഥവാ ഒരു സാഹിത്യമായ രീതിയിൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏത് നിലക്ക് പറയാം എന്ന് ഇബ്നുൽ ഖയ്യിം എഴുതുകയാണ്. യാ ആദം, അഥവാ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായ സംഭവം ഉണ്ടല്ലോ, പാപം സംഭവിച്ച് പുറത്തായത്, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ നിലക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് പറയാണ് യാ ആദം. അല്ലാഹു തആല ആദം നബിയോട് പറയാണ്, إنما ابتليتك بالذنب لأني أحب أن أظهر فضلي وجودي وكرمي على من عصاني. അള്ളാഹു പറയുന്ന പോലെ അത് അതിന്റെ ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പറയുന്ന രീതിയാണ്. നിന്നെ കൊണ്ട് അല്ലെങ്കിൽ നിന്നെ ഈ പാപം കൊണ്ട് പരീക്ഷിച്ചിട്ടുള്ളത്, പാപം സംഭവിച്ചതിന്റെ മേലെ ഞാൻ കാണിക്കുന്ന ഔദാര്യവും അവർക്ക് ഞാൻ കൊടുക്കുന്ന അതുപോലെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും എല്ലാം അറിയുന്നത്, വെളിവാകുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അഥവാ ആദം നബി അലൈഹി ഇസ്ലാം ആ പാപം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് അല്ലാഹു തആല പാപം ചെയ്ത ആളുകളോട് കാണിക്കുന്ന ചില ഔദാര്യങ്ങളുണ്ട്, ചില ജൂദുണ്ട്, ചില ഫദ്ലുണ്ട്, ചില കറമുണ്ട്, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ പാപം കൊണ്ട് നാം പരീക്ഷിക്കപ്പെടുന്നതിന്റെ പിന്നിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടാകും. അല്ലാഹു തആല പാപിയായ ഒരാളോട് കാണിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അല്ലെങ്കിൽ സിഫാത്തുകൾ, അതിനെല്ലാം അസറുകൾ ഉണ്ടാവണം. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിനുള്ളതാണ്, സിഫാത്തുകൾ അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ അതിന്റെ അസർ എവിടെ ഉണ്ടാവണം? മനുഷ്യരിലുണ്ടാവണം, സൃഷ്ടികളിലുണ്ടാവണം. അള്ളാഹുവിന് ഗഫൂർ എന്നുള്ള ഇസ്മുണ്ട്, അള്ളാഹുവിന് മഗ്ഫിറത്ത് എന്നുള്ള സിഫത്തുണ്ട് എങ്കിൽ അതിന്റെ അസർ ഇവിടെ ഉണ്ടായിരിക്കണം. അള്ളാഹു പാപം പൊറുക്കണമെങ്കിൽ എന്തുണ്ടാവണം? അടിമൊഴി പാപം സംഭവിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ പാപം കൊണ്ട് പരീക്ഷിച്ചിട്ടുള്ളത് പാപം സംഭവിച്ചവരുടെ മേലെ ഞാൻ കാണിക്കുന്ന ഔദാര്യവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും അത് പ്രകടമാകണം. അത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ലൗ ലം തുദ്നിബു ലദഹബ അല്ലാഹു ബികും വലജാഅ ബിഖൗമിൻ യുദ്നിബൂന ഫയസ്തഗ്ഫിറൂന അല്ലാഹ് ഫയഗ്ഫിറു ലഹും. ഹദീസിന്റെ വാക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ പാപം ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ പാപികളല്ല എങ്കിൽ, പാപം സംഭവിക്കുന്നവരല്ല എങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റി വേറെ ഒരു ഖൗമിനെ കൊണ്ടുവരും. അവർ പാപം സംഭവിക്കും, അവരങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യും, അള്ളാഹു തആല പുറത്തു കൊടുക്കും. നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഈ നാളെ മുതൽ ഞാൻ കുറെ പാപം ചെയ്യാന്ന് അതല്ല ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ ഉദ്ദേശം, ഇത് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? പാപം സംഭവിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നവൻ അവൻ പാപം ചെയ്യാതിരിക്കുന്നവനേക്കാൾ ഉത്തമനാകുമോ ഇല്ലയോ? അതുപോലെ തന്നെ പാപം സംഭവിച്ചു പോകുന്ന ഒരുവൻ
അവനുണ്ടാകുന്ന ബസീറത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഓരോന്നും. അതല്ലാതെ ഒരാൾ വേണമെന്നുകൊണ്ട് പാപം ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത് നിഫാഖിന്റെ അടയാളമാണ്. യാ ആദം, ആദം ഇദാ അസംതുക വഅസംതു ബനീക മിന ദുനൂബ് ഫഅലാ മൻ അജൂദു ബിഹിൽമി. അല്ലാഹു ചോദിക്കുന്ന പോലെയാണ് ഈ ഹദീസുകൾ. ആശയം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയും നിന്റെ സന്താനങ്ങളെയും എല്ലാം പാപങ്ങളിൽ നിന്ന് ഞാൻ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ആരുടെ മേലെയാണ് എനിക്ക് ഹിൽമ് കാണിക്കേണ്ടി വരിക? അതായത് അള്ളാഹു ഹലീമാണ്. ഹലീം എന്ന് പറഞ്ഞാൽ എന്താ? അവധാനത കാണിക്കുന്നവൻ. ഒരു തെറ്റ് ചെയ്താൽ ഉടനടി പിടികൂടാതെ പാപങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാനും അതിൽ നിന്ന് ഒഴിവായി പോകാനുമുള്ള സമയം കാലാവധി കൊടുക്കുന്നവനാണ് ഹലീം എന്നുള്ളത്. അപ്പോ എല്ലാവരെയും പാപത്തിൽ നിന്ന് സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആരോടാണ് ഞാൻ ഹിൽമ് കാണിക്കുക? വഅലാ മൻ അജൂദു ബിഅഫ്വി വമഗ്ഫിറതി വതൗബതി. ആരോടാണ് ഞാൻ അഫ്വ് കാണിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക? ആരോടാണ് ഞാൻ മഗ്ഫിറത്ത് കാണിക്കുക? ആരുടെ തൗബയാണ് ഞാൻ സ്വീകരിക്കുക? വഅന തവ്വാബുർ റഹീം, ഞാൻ തവ്വാബും റഹീമുമാണല്ലോ. അപ്പോ ഈ അസ്മാഉൽ ഹുസ്നയുടെ ഫലങ്ങൾ ഇവിടെ ഉണ്ടാകണം. ഇത് സുബ്ഹാനല്ലാഹ് വളരെ അല്ലാഹു തആല അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ഖൽബിന് വിശാല നൽകിയിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ് എന്നുള്ളത്. അധിക ആളുകൾക്കും ഭൂരിഭാഗം ഒരു മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. പക്ഷേ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ കുറവിനാൽ, അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും കുറിച്ച് അറിവിന്റെ കുറവിനാൽ അവർക്ക് സംഭവിച്ചൊരു പാപം, അതിന്റെ പിന്നിലുള്ള ആ ഒരു നന്മയെ അവർ മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ അവർ ചെയ്ത ഒരു സൽക്കർമ്മം, അതിന്റെ പിന്നിലുള്ള അപകടത്തെ അവർ മനസ്സിലാക്കുന്നില്ല. അള്ളാഹു തആല എന്താണ് അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഓരോ കാര്യവും നടത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അള്ളാഹുവിന് നമ്മൾ വീട്ടിൽ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതാണ് പലപ്പോഴും പറയാറുള്ളത്, അള്ളാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെയും കുറിച്ചുള്ള പഠനം, അതെങ്ങനെ വിശ്വസിക്കണം എന്നുള്ള പഠനവുമുണ്ട്. അതിന്റെ അസറുകൾ എന്താണ്, ഞാൻ അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ അള്ളാഹുവിന്റെ ഒരു നാമം ഞാൻ അറിഞ്ഞു, ഞാൻ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അധിക ആളുകൾക്കും അറിയില്ല. അധിക ആളുകൾക്കും അത് അറിയുന്നില്ല, അല്ലെങ്കിൽ അത് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു നാമം എടുക്കുക, മുഹൈമിൻ. അള്ളാഹുവിന്റെ മുഹൈമിൻ എന്നുള്ളൊരു നാമം, അതിന്റെ ആശയം എന്താണ്? എപ്പോഴാണ് ഞാൻ അള്ളാഹുവിനെ മുഹൈമിനായിട്ട് മനസ്സിലാക്കേണ്ടത്? മുഹൈമിനായ നാമം കൊണ്ട് ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്? തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അസ്മാഉൽ ഹുസ്ന അറിയാതെ എങ്ങനെയാണ് ഒരാൾക്ക് തഹ്ഖീഖ് തൗഹീദ് ചെയ്യാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കൂല. തൗഹീദ് ഒരാൾ സാക്ഷാത്കരിക്കാൻ, തൗഹീദിന്റെ ഉന്നതമായ ദർജയിൽ എത്തണം എന്നാണ് നാം ഓരോരുത്തരും ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 തൗഹീദും വേണം. തൗഹീദുൽ ഉലൂഹിയത്ത് വേണം, അതുപോലെ തന്നെ തൗഹീദ് റുബൂബിയത്തും അസ്മാഉ വസിഫാത്തും, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ തൗഹീദുൽ അമലി വേണം, തൗഹീദുൽ ഇൽമിയും വേണം. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാ പറഞ്ഞത് അല്ലാഹു തആല തവ്വാബും റഹീമുമാണ്. അപ്പൊ അതിന്റെ അനന്തരഫലം അവിടെ ഉണ്ടാകണം. യാ ആദം ലാ തജ്സിഅ മിൻ ഖൗലി ലക് ഉഖ്റുജ് മിൻഹാ. നിന്നോട് ഞാൻ സൂറത്തുൽ അറാഫിലെ 18-ാമത്തെ ആയത്ത്, സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകൂ എന്ന പറഞ്ഞ വാക്കിന്റെ മേലെ നീ ദുഃഖിക്കേണ്ട. മനുഷ്യരോടായിട്ട് പറയാണ്, നീ ദുഃഖിക്കേണ്ട. ഫലക ഖലഖ്തുഹാ, നിനക്ക് വേണ്ടിയാണ് ആ സ്വർഗം സൃഷ്ടിച്ചത്. അഥവാ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അവിടുന്ന് പുറത്താക്കിയത് എന്തിനാ? വലാകിൻ ഇഹ്ബിത് ഇലാ ദാരിൽ മുജാഹദ, പക്ഷേ നീ പോകേണ്ടത് മുജാഹദത്തിന്റെ ഭവനത്തിലേക്കാണ്, അഥവാ പരിശ്രമിക്കേണ്ട, പണിയെടുക്കേണ്ട ഭവനത്തിലേക്കാണ്, അഥവാ ദുനിയാവിലേക്കാണ്. വബ്ദിർ ബിദാറത് തഖ്വ, അവിടെ നീ എന്ത് ചെയ്യണം? തഖ്വയുടെ ചെടികൾ നടണം, തഖ്വയുടെ വിത്തുകൾ നീ അവിടെ പാകണം, അഥവാ ദുനിയാവിൽ ചെയ്യേണ്ട പണി പറയാണ്. വംതിർ അലൈഹി സഹായിബൽ ജുഫൂൻ, കുറച്ച് സാഹിത്യപരമായിട്ടുള്ള പ്രയോഗമാണ്. കണ്ണീര് നിറയുന്ന മേഘങ്ങൾ കൊണ്ട് നീ മഴ പെയ്യിപ്പിക്കണം. അതായത് തഖ്വയോടൊപ്പം പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി കരഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള ഉദ്ദേശിക്കാൻ. ഫൈദസ്തദ്ദൽ ഹബ്ബു വസ്തഗ്ലബ്, അങ്ങനെ ആ മഴ കൊണ്ട്, ഇവിടെ മഴ ഉദ്ദേശിച്ചത് കണ്ണീരാണ്, ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ മഴ കൊണ്ട് അവിടുത്തെ ചെടികൾ, നീ പാകിയ വിത്ത്, തഖ്വ കൊണ്ട് പാകിയിട്ടുള്ള വിത്തുകൾ മുളച്ചു പൊന്തട്ടെ. വസ്തവാ അലാ സൂഖിഹി, അങ്ങനെ അതിന്റെ ധാന്യങ്ങൾ അതിന്റെ കാമ്പിലായിക്കൊണ്ട് വിടർന്നു നിൽക്കട്ടെ. ഫതആൽ ഫഹ്സുദ്ഹു, എന്നിട്ട് നീ വാ, എന്നിട്ട് അതിന്റെ നീ വിളവെടുത്തോ. അഥവാ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. ആ കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അതിൽ നിനക്ക് ചില വീഴ്ചകൾ വരും, ചില അബദ്ധങ്ങൾ പറ്റും. നീ എന്ത് ചെയ്യണം? നീ തൗബ ചെയ്ത് മടങ്ങണം, നിന്റെ കണ്ണീര് കൊണ്ട് അതിനെ കഴുകിക്കളയണം. അങ്ങനെ നീ വളർത്തിയെടുക്കുന്ന ആ ചെടി വളർന്നു വന്ന് അതിന്റെ കായ്കൾ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വിളിക്കും, ഫതആൽ, നീ വാ,
നീ ഫഹ്സുദ്ഹു, നീ വിളവെടുത്തോ, അഥവാ നിനക്ക് സ്വർഗം തിരിച്ച് അവിടെ നിനക്ക് ലഭിക്കും എന്ന് പറയാൻ. അപ്പോ അത് പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത് പരിശ്രമിക്കേണ്ട കാര്യമാണ്. പക്ഷെ പാപം സംഭവിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാകുന്ന മുഅ്മിനീങ്ങൾക്ക്, ഇഖ്ലാസുള്ള സിദ്ഖുള്ള മുഅ്മിനീങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഇയാളിതാ കുറെ തെറ്റിയാനാണല്ലോ പറയുന്നത്, ഇത്ര കാലം ആളുകൾ പാപങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാ പറഞ്ഞു, ഇപ്പൊ പാപം ചെയ്താൽ സ്വർഗം കിട്ടുന്നതാണ് പറയുന്നത് എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിഫാഖിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക. ഇതിൽ പറഞ്ഞ ആശയം വളരെ കൃത്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് പ്രത്യേകം പറഞ്ഞു വെച്ചാൽ കൽബിൽ രോഗമുള്ള ആളുകൾ എന്തായാലും ഉണ്ടാവും, ഇത് കേൾക്കാനും സാധ്യതയുണ്ട്. നാളെ ആ നിലക്ക് ഇതിനെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആദം, അള്ളാഹു തആല പറഞ്ഞ പോലെ ആ ഒരു സംഭവത്തെ, ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവത്തെ ഈ ഒരു രീതിയിൽ പറയുകയാണ്. ആദം ദംബുൻ തദില്ലു ബിഹി ലദൈനാ അഹബ്ബു ഇലൈനാ മിൻ തആഅത്തിൻ തുദില്ലു ബിഹാ അലൈനാ. ഒരു പാപം അത് മുഖേന നമ്മുടെ അടുക്കൽ ഏറ്റവും നിന്ദ്യനായി തീരുന്നതാണ്, നീ നിന്ദ്യനായി തീരുന്നതാണ്. നീ ഒരു അനുസരണം ചെയ്തിട്ട് അതിന് എനിക്ക് ഇന്നത് വേണം, ഞാൻ ഇന്നത് ചെയ്ത ആളാണല്ലോ, എനിക്ക് ഇന്നത് കിട്ടാൻ ഞാൻ യോഗ്യനാണ് എന്ന് നീ ആവുന്നതിനേക്കാൾ ഏറ്റവും എനിക്കിഷ്ടം എന്താണ്? ഒരു പാപം ചെയ്ത് നീ നിന്ദ്യനായിട്ട് തീരുന്നതാണ്, അഥവാ താഴ്മയുള്ളവനാകുന്നതാണ്. ആദം അനീനുൽ മുദ്നിബീൻ, പാപിയുടെ കരച്ചിലാണ്, തേങ്ങലാണ്. അഹബ്ബു ഇലൈനാ മിൻ തസ്ബീഹിൽ മുദില്ലീൻ, എനിക്ക് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ അർഹനാണ് എന്ന് ചിന്തിക്കുന്ന, അതിനെ മുദില്ല പറയാ. അങ്ങനെ ചിന്തിക്കുന്ന ആളുടെ തസ്ബീഹിനേക്കാൾ എനിക്കിഷ്ടം പാപം സംഭവിച്ചവന്റെ തേങ്ങലാണ്, എനിക്കിത് സംഭവിച്ചു പോയല്ലോ എന്നുള്ളതിന്റെ തേങ്ങലാണ് എന്ന് പറയാം. എന്നിട്ട് ഹദീസ് കൊടുത്തുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇബ്ന ആദം, മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. നീ എന്നോട് ദുആ ചെയ്യുകയാണ് എങ്കിൽ, നീ എന്നിൽ പ്രതീക്ഷ വെക്കുകയാണ് എങ്കിൽ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു നൽകും. എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല അത്, എനിക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഇബ്നു ആദം, മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, ആകാശത്തോളം നിന്റെ പാപങ്ങൾ നിറഞ്ഞു എന്ന് വിചാരിക്കുക, നിറഞ്ഞാൽ ثم استغفرتني غفرت لك, എന്നിട്ട് നീ എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ ഞാൻ നിനക്ക് പുറത്തു നൽകും. ഇബ്നു ആദം, മനുഷ്യ, ലൗ ലഖീതനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമി മുഴുവൻ പാപവുമായിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്. തുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ശൈഅ, പക്ഷേ ഒന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ്, ശിർക്കിന്റെ ഒരു അംശം നിന്നിൽ സംഭവിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്രത്തോളം ഭൂമി ആ നിറഞ്ഞ അത്രത്തോളം നിന്റെ പാപങ്ങൾ അത്രത്തോളം മഗ്ഫിറത്തുമായിട്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്നതാണ് എന്നുള്ള ഈ ഒരു ഭാഗം പിന്നെ ഈ ഒരു ഹദീസ് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ പാപങ്ങൾ സംഭവിക്കുന്നതിന് അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങുന്നതിന് ഇത് കേൾക്കുമ്പോൾ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? തൗബ ചെയ്യണം. എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം. അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. തൗബ എന്നുള്ളത് എനിക്ക് അള്ളാഹുലേക്ക് മടങ്ങാനും അടുക്കാനുമുള്ള ഏറ്റവും മഹത്തരായ മാർഗമാണ്. എത്ര കാലം ഒരാൾ വിചാരിക്കുക, രണ്ടാളുകളെ പറ്റി ചിന്തിച്ചു നോക്കുക. ഒരാൾ ഒരു 10 വർഷം 15 വർഷം അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതായിട്ടൊരാണ്, മറ്റേ ആൾ 10-15 വർഷം പാപങ്ങളിൽ എല്ലാവിധ പാപങ്ങളൊക്കെ മുഴുകി. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കണ്ടിട്ട് ഇനി എനിക്കും അവനെ പോലെ ആകാൻ പറ്റില്ല, എനിക്ക് മാറാൻ സാധിക്കില്ല, അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കി ഒരുവൻ എന്താണ്? അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ അവന് എന്തോ ആവട്ടെ, എനിക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ 15 വർഷം മറ്റവൻ ചെയ്ത ആ കർമ്മങ്ങളെക്കാളെല്ലാം ഇവന്റെ ആത്മാർത്ഥമായ സിദ്ഖോടുള്ള തൗബയുടെ ഒരു കണ്ണീര് കൊണ്ട് ചിലപ്പോൾ അതിനായിരിക്കും കനം തൂങ്ങുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പൊ തൗബ അത്രയും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഒരു വിഷയം പറയുന്നത് അത്തൗബത്തുൻ നസൂഹ് വഹഖീഖതുഹാ. തൗബത്തുൻ നസൂഹ്, നസൂഹായ തൗബയും അതിന്റെ യാഥാർത്ഥ്യവും. എന്താണ് തൗബത്തുൻ നസൂഹ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ് തൗബത്തുൻ നസൂഹ് എന്നുള്ളത്? ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار. ഈ ദർസ് ചില ആളുകളെങ്കിലും കേട്ടിട്ട് മനസ്സിലാകുന്നില്ല. ഒരുപാട് ആളുകൾ ഓഡിയോ ഒക്കെ കേൾക്കും, ഇതെന്താ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ, ഇതെന്താ പറയുന്നതെന്ന് പിന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ഒരിക്കലും ഇത് നിർത്തിപ്പോകരുത്. ഇത് നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ അത് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. അതുകൊണ്ട് ഇത് കേൾക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ദീനിയായ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ഓരോന്നും കേട്ട് കഴിഞ്ഞാൽ വീണ്ടും കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാക്കാൻ
കാരണമാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നസൂഹായി തൗബ ചെയ്യുക, ഏറ്റവും നിഷ്കളങ്കമായി പരിപൂർണമായി ഒരു കൂറ് പുലർത്തുന്ന രീതിയിൽ നിങ്ങൾ തൗബ ചെയ്യുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾക്കൊരു പ്രായശ്ചിത്തമായി അത് മാറ്റിയേക്കാം, അഥവാ തൗബ മുഖേന നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായേക്കാം. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം എന്ന് പറയാണ്. സൂറത്ത് തഹ്രീമിലെ 8-ാമത്തെ ആയത്താണ്. ഫജഅല, എന്നിട്ട് അതിനെ പറ്റി പറയാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഫജഅല വിഖായത ശർരി സയ്യിആത് വഹുവ തക്ഫീറുഹാ ബിസവാലി മാ യക്റഹുൽ അബ്ദു. ഈ അല്ലാഹു തആല ഈ തൗബയെ ആക്കി, അല്ലെങ്കിൽ തൗബത്തുൻ നസൂഹിനെ ആക്കി, എന്താക്കി? പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന, പാപങ്ങൾ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഷർറ്, അല്ലെങ്കിൽ പാപങ്ങളുടെ ഷർറിൽ നിന്നുള്ളൊരു സംരക്ഷണം, അതുപോലെ അടിമ വെറുക്കുന്ന കാര്യങ്ങളെ നീക്കം ചെയ്യാൻ, അവൻ ഉപദ്രവം, പാപങ്ങളെ കൊണ്ടുള്ള അനന്തരഫലം നീങ്ങിക്കിട്ടാൻ തൗബത്തുൻ നസൂഹ് കാരണമാക്കി. വദുഖൂലൽ ജന്നാത്ത് വഹുസൂലു മാ യുഹിബ്ബുൽ അബ്ദു, അതോടൊപ്പം, അതായത് ഒരു പാപം ചെയ്തതിന്റെ ദോഷം അവനുണ്ടാവുക എന്നുള്ള അവന് വെറുക്കുന്ന കാര്യമാണ്, അത് നീങ്ങാനും അതുപോലെ സ്വർഗപ്രവേശനം അവൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, അത് കിട്ടാനുമുള്ള കാരണമാക്കിയിട്ട് എന്താക്കി? തൗബത്തുൻ നസൂഹാക്കി. അഥവാ ഒരുവൻ വെറുക്കുന്ന കാര്യം നീങ്ങിപ്പോകാനും ഒരുവൻ ഇഷ്ടപ്പെടുന്ന കാര്യം ലഭിക്കാനും തൗബ കാരണമാക്കി. മനൂതൻ ബി ഹുസൂലി തൗബത്തിൻ നസൂഹ്, ഇത് കിട്ടുന്നത്, ഈ കാര്യം തൗബത്തുൻ നസൂഹിനോട് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. വഖദ് ഇഖ്തലഫത് ഇബാറാത്തുസ് സലഫി അൻഹാ, സലഫുകളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ, തൗബത്തുൻ നസൂഹ് എന്താണ് എന്നുള്ളതിനെ വിശദീകരിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് സലഫുകൾ. വമർജിഉഹാ ഇലാ ഷൈഇൻ വാഹിദിൻ, അതെല്ലാം മടങ്ങിയിട്ടുള്ളത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്. പല രീതിയിൽ തൗബത്തുൻ നസൂഹിനെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം മടങ്ങിയിട്ടുള്ളത് ഒരു കാര്യത്തിലേക്കാണ്. فقال عمر بن الخطاب رضي الله عنه وأبي بن كعب رضي الله عنه, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കിലേക്ക്, എന്താണ് അത്? അത്തൗബത്തുൻ നസൂഹ്, നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ അയ്യതൂബ മിനൽ ദംബി ثم لا يعود إليه كما لا يعود اللبن إلى الضر, ഒരു കറന്നെടുത്ത പാല് അതിന്റെ അകിടിലേക്ക് തിരിച്ചു പോകാത്തതുപോലെ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ ആ പാപത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളതാണ് തൗബത്തുൻ നസൂഹ്. ഈ ഒരു ആശയത്തിലേക്കാണ് എല്ലാ തൗബത്തുൻ നസൂഹിന്റെ അഭിപ്രായങ്ങളും അടങ്ങുന്നത് എന്ന് പറയാം. അത് അത്ര ആ രീതിയിൽ ഒരു പരിപൂർണമായിട്ടുള്ള തൗബയായിരിക്കണം. വഖാല മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി റഹിമഹുല്ലാഹ്, സലഫുകളിൽപ്പെട്ട മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി ഒന്നുകൂടി വ്യക്തമായ രീതിയിൽ ഈ ഒരു കാര്യം പറഞ്ഞത് കാണാം. യജ്മഉഹാ അർബഅതു അഷ്യാ, ഈ ഒരു കാര്യത്തെ അഥവാ തൗബത്തുൻ നസൂഹയെ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ അത് ഒരുമിപ്പിക്കുന്നത് 4 കാര്യങ്ങളാണ്. 4 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ തൗബത്തുൻ നസൂഹ് ആകുന്നത്. ഒന്ന്, അൽ ഇസ്തിഗ്ഫാർ ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. വൽ ഇഖ്ലാഉ ബിൽ അബ്ദാൻ, രണ്ടാമത്തേത് അവയവങ്ങൾ കൊണ്ട് ആ പാപം ചെയ്യുന്നത് നിർത്തിയിരിക്കണം, പാപം ചെയ്യാൻ പാടില്ല, അവിടെ ചെയ്തുകൊണ്ട് തൗബത്തുൻ നസൂഹ് ചെയ്യാൻ പറ്റൂല, പാപം അവിടെ അവസാനിപ്പിച്ചിരിക്കണം. വൽമാർ തർക്കിൽ ഔദ് ബിൽ ജിനാൻ, മൂന്നാമത്തേത് കൽബ് കൊണ്ട് അവൻ ദൃഢമായ നിശ്ചയം ഉണ്ടായിരിക്കണം, ഞാൻ ഇനി ആ പാപത്തിലേക്ക് പോകുന്നില്ല, ഞാനതിനെ അത് ആവർത്തിക്കൂല, ഞാൻ അതിലേക്ക് മടങ്ങൂല എന്ന ദൃഢമായ നിശ്ചയം. നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ, ശരീരം കൊണ്ട് പാപം അവസാനിപ്പിക്കല്, കൽബ് കൊണ്ട് എന്താണ്, ഇനി ഞാൻ അതിലേക്ക് മടങ്ങൂല എന്നുള്ളത്. നമ്മൾ മുമ്പ് ഈ ഇക്സിയറിൽ തൗബയുടെ ബാബിൽ 3 കാലങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. തൗബത്തുൻ നസൂഹ് ആണെങ്കിൽ 3 കാലങ്ങളിലേക്ക് ബന്ധമാണ്. മാദി, മുളാരി, മുസ്തഖ്ബൽ, മാദി, ഹാല്, മുസ്തഖ്ബൽ, ഈ നിലക്ക് 3 നിലക്കും അത് ബാധകമാണ്. അതായത് കഴിഞ്ഞ കാലവുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ഇസ്തിഗ്ഫാർ, കഴിഞ്ഞു പോയതിന്. ഹാല്, ഇപ്പോഴത്തെ പ്രസന്റൻസുമായി ബന്ധപ്പെട്ടതാണ് പാപം ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടതെന്ന് ഞാൻ അത് ആവർത്തിക്കില്ല എന്നുള്ളത്. അത് ആ രീതിയും പറയാം. ഇതൊന്ന് നാവ് കൊണ്ടും ശരീരം കൊണ്ടും കൽബ് കൊണ്ടുള്ളതാണ്. 4-മത്തേത് മുഹാജറത്തു സയ്യിൽ ഇഖ്വാൻ, മോശപ്പെട്ട കൂട്ടുകെട്ട് അതിനെ ഒഴിവാക്കുകയും ചെയ്യുക, അതിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്യുക, അതിനെ ഒഴിവാക്കുക. ഈ 4 കാര്യം. ഒരാൾ ഓരോ പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് തൗബത്തുൻ നസൂഹായിട്ട് ചെയ്യാന്ന് പറയാണ്, എന്നിട്ട് അതേ പാപം ചെയ്യുന്ന കൂട്ടുകാരൊപ്പം നിന്നാലോ തൗബത്തുൻ നസൂഹ് ആകുന്നില്ല. ഈ 4 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തൗബത്തുൻ നസൂഹ് എന്നാകുന്നത്. ഖുൽതു, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ കാര്യങ്ങൾ ഒരു ആമുഖമായിട്ട് പറഞ്ഞിട്ട് ഇബ്നു ഖയ്യിം പറയുന്നു, അന്നസ്ഹു ഫീ തൗബതി യതവമ്മനു 3 അഷ്യാ,
തൗബയിൽ നുസ്ഹ ഉണ്ടാവുക. നുസ്ഹ എന്നുള്ളതിന് കൂറു പുലർത്തുന്ന സത്യസന്ധമായിട്ടുള്ള നിലക്കുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അൽ അവ്വൽ, ഒന്നാമത്തേത് തഅമീമു ജമീഇ ദുനൂബി വസ്തിഗ്റാഖുഹാ ബിഹാ ബിഹൈതു ലാ തദഉ ദംബൻ ഇല്ലാ തനാവലത്തുഹു. തൗബ ചെയ്ത് മടങ്ങാറ്, ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക എന്ന് മാത്രമാവരുത്. എല്ലാ തെറ്റുകളിൽ നിന്നും, അല്ലാഹു തആല വിരോധിച്ചിട്ടുള്ള എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിവാകുന്നു, എല്ലാ തെറ്റുകളിൽ ഞാൻ മാറുന്നു എന്നൊക്കെ പരിപൂർണമായിട്ടുള്ള തൗബയായിരിക്കണം. അതായത് ഇപ്പോൾ ഒരാള് കള്ളു കുടിക്കുന്നുണ്ട്, ഒരാൾ വ്യഭിചരിക്കുന്നുണ്ട്, അയാൾ തന്നെ വ്യഭിചരിക്കുന്നുണ്ട്. അയാൾ പറയുകയാണ് ഞാൻ കള്ളുകുടിയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങി, തൗബത്തിന് സുഖമായിട്ട് ഞാൻ മടങ്ങുകയാണ്, വ്യഭിചാരം ഞാനത് ചെയ്തുകൊണ്ടിരിക്കും എന്ന നിലക്ക് പറയുമ്പോൾ അതെന്താവൂല, തൗബത്തുൻ നസുഹാവൂല. എല്ലാ പാപങ്ങളിൽ നിന്നും എന്താകണം, ഒഴിവാകുന്ന നിരക്കായിരിക്കണം. അസ്സാനി, രണ്ടാമത്തേത് ഇജ്മാഉൽ അസ്മി വസ്സിദ്ഖ് ബികുല്ലിയതിഹി അലൈഹാ, പരിപൂർണമായിട്ടുള്ള ദൃഢനിശ്ചയവും സത്യസന്ധതയോടുകൂടി ആയിട്ടായിരിക്കണം. അതായത് ഉറപ്പിച്ചിട്ട് ഞാനിനി ഇത് ചെയ്യൂല, ഞാനിത് അവസാനിപ്പിക്കുകയാണ് എന്നുള്ള ദൃഢനിശ്ചയവും അത് സത്യസന്ധമായിട്ടും ആയിരിക്കണം. ഇന്നിപ്പോ തൗബ ചെയ്യുക, ഇന്ന് മരിക്കുകയാണെങ്കിൽ ഇന്ന് രക്ഷപ്പെടാം, അന്ന് ചെയ്യുക, നാളെ വീണ്ടും ചെയ്തിട്ട് വീണ്ടും തൗബ ചെയ്യുക, അങ്ങനെ ഒരു ചെറിയ തോന്നൽ പോലും ഉണ്ടാകരുത്. പരിപൂർണ നിശ്ചയത്തോടു കൂടി സത്യസന്ധമായിട്ടായിരിക്കണം. ബിഹൈസു ലാ യബ്ഖാ ഇൻദഹു തറദ്ദുദ് വലാ തലവ്വും വലാ ഇന്തിളാ, ഒരിക്കലും ആ തൗബ ചെയ്യുന്നതിനൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ കുറച്ച് വൈകിപ്പിക്കാൻ നിലക്കോ അല്ലെങ്കിൽ ഒരു സംശയമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആണോ വേണ്ടേ, അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് ദൃഢനിശ്ചയത്തോടു കൂടി, അതായത് ഞാൻ ചെയ്യൂലേ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഇതാക്കാം, ഇനി കുറച്ച് കാലത്തിന് ഇങ്ങനെ നടക്കുക, പിന്നെ ചെയ്യാം, ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് പരിപൂർണമായി നിർത്തുന്നതായിരിക്കണം. വലയജ്മഉ അലൈഹാ കുല്ല ഇറാദതിഹി വഅസീമതിഹി മുബാദിറൻ ബിഹാ, അത് പൂർണ്ണമായ ദൃഢനിശ്ചയോടു കൂടി എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് ഇനിയെ മടങ്ങൂല എന്നുള്ള ആ നിലക്കായിരിക്കണം. അസാലിസ്, മൂന്നാമത്തേത് തഖ്ലീസുഹാ മിനശ് ശവാഇബി വൽ ഇലലിൽ ഖാദിഹ ഫീ ഇഖ്ലാസിഹാ, ആ തൗബ ചെയ്യുമ്പോഴുള്ള ഇഖ്ലാസിനെ ബാധിക്കുന്ന ദോഷങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ, അതിൽ നിന്നെല്ലാം സുരക്ഷിതമായിരിക്കണം. അതായത് ഈ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അതിന്റെ പരിപൂർണതയ്ക്ക് ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പരിപൂർണമായിരിക്കണം. അതെങ്ങനെയാണ്? അള്ളാഹുവിനെ കുറിച്ച് പരിപൂർണമായ ഭയത്തോടു കൂടിയായിരിക്കണം അത്. വറഹ്ബത്തി ഫീമാ ലദൈഹി, അള്ളാഹുവിലുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. വറഹ്ബത്തി മിമ്മാ ഇൻദഹു, അതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയെക്കുറിച്ചുള്ള ഭയം കൊണ്ടായിരിക്കണം. ലാ കമൻ യതൂബു ലിഹിഫ്ദി ജാഹിഹി വഹുർമതിഹി, അതല്ലാതെ ഒരാൾക്കൊരു തെറ്റ് ചെയ്തു വിചാരിക്കുക, അയാൾ കുറച്ച് സമൂഹത്തിൽ നല്ല സ്ഥാനമൊക്കെയുള്ള ഒരാളാണ്, അപ്പൊ ആളുകൾ ഞാൻ ഈ തെറ്റ് ചെയ്ത് എന്താ വിചാരിക്കുക, അതുകൊണ്ട് ഞാൻ ചെയ്യാന്ന് നിലക്കാകാൻ പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിനെ ഭയപ്പെട്ടിട്ടും അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചും മാത്രമായിരിക്കണം. ആ ഇഖ്ലാസിൽ ഒരു തരി മാറ്റം വരെ ഒന്നും ആവരുത്. അതായത് ആളുകൾ പാപം ഒഴിവാക്കാൻ പല കാരണങ്ങളുണ്ടാകും. ഇപ്പൊ അതായത് നല്ലൊരാൾ, ആളുകളും നല്ല പേരും നല്ല സ്ഥാനമുള്ള ഒരാള്, അവനൊരു പാപം ചെയ്തു, ആളുകൾ അറിഞ്ഞു, അല്ലെങ്കിൽ ആളുകൾ അറിയും, ആ നിലക്ക് അവൻ എന്ത് ചെയ്യാണ്, ആ പാവം ആളുകൾ അറിഞ്ഞാൽ മോശമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ ആ പാപം ചെയ്ത് തൗബ നടക്കുമ്പോൾ ആളുകൾ അറിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് അങ്ങ് ഉണ്ടാകാൻ പാടില്ല. പരിപൂർണമായും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാകുന്ന അവസ്ഥയിലാകണം. വമൻസിബിഹി വറിയാസതിഹി ഔ ലിഹിഫ്ദി ഹാലിഹി ഔ ഹിഫ്ദി ഖുവ്വതിഹി വമാലിഹി, വേറെ എന്ത് കാരണമാവട്ടെ, അവന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ, അവന്റെ കച്ചവടം സംരക്ഷിക്കാൻ, അവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ. ചില അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരാൾ കള്ളുകൂടി നിർത്താൻ, എന്താണ് എന്റെ ആരോഗ്യത്തിന് കേടാണ്, ആ നിലക്ക് നിർത്തുന്ന, അപ്പൊ ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്. അവന്റെ ഉദ്ദേശം എന്താണ്? ആരോഗ്യം കേടുവരരുത്, അതാണ് അവന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ എന്തോ കാര്യമാവട്ടെ, ഇവിടെ എന്ത് കാര്യം ആണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ആ തൗബ അവൻ ചെയ്യുന്നത്, വേറെ ഒന്നും കാരണം കൊണ്ട് ആകരുത്. ഇപ്പൊ ചില ആളുകള് അവന്റെ ഭാര്യ അവൻ ഇട്ടേച്ചു പോകും, അതുകൊണ്ട് ഞാൻ ഇന്ന തെറ്റി ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ അറിഞ്ഞു അതുകൊണ്ട് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ്, അങ്ങനെ ആകാൻ പാടില്ല. ഇഖ്ലാസ് പരിപൂർണമായ നിലക്കായിരിക്കണം ഉണ്ടാകേണ്ടത് തൗബത്തിന് നസുഹാവണമെങ്കിൽ. അതല്ലെങ്കിൽ ജനങ്ങള് എന്നെ പറ്റി നല്ലത് പറയണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ, അല്ലെങ്കിൽ അവരെന്നെ എന്തെങ്കിലും ആക്ഷേപിക്കും എന്നുള്ള പേടി കൊണ്ടോ, അങ്ങനെ എന്തോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ രീതിക്ക് വരുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. വേറെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, വേറെ സാമ്പത്തിക നേട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടങ്ങളോ, അങ്ങനെ എന്ത് കാര്യം കൊണ്ടാകാൻ പാടില്ല.
അത് ഏത് കാര്യമാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ആ തൗബ ഉണ്ടാകേണ്ടത്. അപ്പൊ ഇബ്നുൽ ഖയ്യിം തൗബത്തുൻ നസൂഹ ആണെങ്കിൽ ഈ 3 ഇനങ്ങൾ പറഞ്ഞത്, ഒന്ന് എല്ലാ പാപങ്ങളിൽ നിന്നും ഒഴിവാകുന്ന നിയ്യത്തുണ്ടായിരിക്കണം, ഒന്നൊന്നും ഒഴിവായി ബാക്കി ചെയ്യാം എന്നുള്ള നിലക്കാവാൻ പാടില്ല. 2, പൂർണ്ണമായ ദൃഢനിശ്ചയത്തോടു കൂടിയും സത്യസന്ധതയോടു കൂടിയുമായിരിക്കണം ആ തൗബ ചെയ്യേണ്ടത്. 3, ഒരു നിലക്കും വേറൊരു കാരണമാകാൻ പാടില്ല ആ തൗബയ്ക്ക്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടും മാത്രമായിരിക്കണം അത് ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നു, ഫലിഅഹ്ലി ദുനൂബി സലാസതു അൻഹാരിൻ ഇദാമിൻ യതതഹറൂന ബിഹാ ഫിദ്ദുനിയ. ഇനി പാപികളായിട്ടുള്ള ആളുകൾക്ക്, പാപം സംഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങൾ ശുദ്ധീകരിക്കാൻ 3 അരുവികളാണ് ദുനിയാവിലുള്ളത്. അഥവാ ദുനിയാവിൽ 3 അരുവികളുണ്ട്. അതിലൂടെ അവരുടെ പാപങ്ങൾ അവർക്ക് ശുദ്ധീകരിച്ചെടുക്കാം. അരുവി എന്നൊക്കെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, അഴുക്ക് വന്നപ്പോൾ നബിയുടെ ഹദീസിൽ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ ഒരു ഉപമയായിട്ട് അരുവിയിലൂടെ കുളിച്ചു വരുന്ന ആളെ പോലെ, അതേപോലെ പിന്നെ കഴുകിക്കളയാൻ, ആ പാപത്തിന്റെ കറ കഴുകിക്കളയാനുള്ള 3 അരുവികളാണ്. ഫൈലം തഫി ബിതുഹ്രിഹിം തുഹിറു ഫീ നഹ്രിൽ ജഹീം യൗമൽ ഖിയാമ. ഈ ദുനിയാവിലെ ഈ 3 അരുവികൾ കൊണ്ട്, അതിലെ വെള്ളം കൊണ്ട് അവനെ അത് കഴുകി ശുദ്ധിയായിട്ടില്ല എങ്കിൽ, ശുദ്ധിയാക്കപ്പെടുന്നില്ല എങ്കിൽ, പിന്നെ ശുദ്ധിയാക്കപ്പെടുക എന്തുകൊണ്ടാണ്? നരകത്തിലെ അരുവി കൊണ്ടേ പിന്നെ ശുദ്ധിയാക്കപ്പെടുള്ളൂ. അഥവാ ദുനിയാവിൽ ഇത് പുറത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നരകത്ത് കിടക്കേണ്ടി വരും. നെഹ്റു തൗബത്തിൻ നസൂഹ്, ഒന്നാമത്തേത് ഇപ്പൊ നമ്മൾ പറഞ്ഞ തൗബത്തുൻ നസൂഹിന്റെ അരുവിയാണ്. തൗബത്തുൻ നസൂഹിന്റെ അരുവി അങ്ങനെ ചെയ്താൽ അവന് പാപം പൊറുക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തെ നെഹ്റുൽ ഹസനാത്തിൽ മുസ്തഗ്രിഖ ലിൽ ഔസാരിൽ മുഹീതതി ബിഹാ, സൽക്കർമ്മങ്ങളുടെ അരുവിയാണ്. അഥവാ അവൻ പേറിയിട്ടുള്ള അവന്റെ അഴുക്കുകൾ, പാപങ്ങൾ, അതിനെയെല്ലാം മുക്കിക്കളയാൻ മാത്രം, അതിനെല്ലാം ഒഴിവാക്കി കളയാൻ മാത്രം ശക്തമായ നിലക്കുള്ള സൽക്കർമ്മങ്ങളുടെ അരുവി. അഥവാ അത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. വനഹ്റുൽ മസായിബിൽ അദീമത്തിൽ മുകഫിറ, അതല്ലെങ്കിൽ 3ാമത്തെ അരുവി എന്നുള്ളത് അവന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്ന നിലക്കുള്ള മുസീബത്തുകൾ അവന് ബാധിക്കുക. സാമ്പത്തിക നഷ്ടോ, അല്ലെങ്കിൽ സന്താനങ്ങളുടെ നഷ്ടോ, രോഗങ്ങളോ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, ആളുകളിൽ നിന്നുള്ള ഉപദ്രവമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുസീബത്തുകൾ ബാധിച്ച് അവന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്താവുക. ഈ 3 അരുവികളാണ് ഒരടിമയ്ക്ക് ഇവിടെ ഉള്ളത്. ഫൈദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ, ഒരടിമക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അദ്ഖലഹു അഹദ ഹാദിഹിൽ അൻഹാരി സലാസ, ഈ അടിമയെ ഈ 3-ാലൊരു അരുവിയിലൂടെ എന്താവും? പ്രവേശിപ്പിക്കും. അതായത് പാപം സംഭവിച്ച, അപ്പൊ നമ്മൾ ഓരോരുത്തരുമായി ബന്ധിപ്പിച്ച് വെക്കാൻ മതി, നമുക്ക് സംഭവിച്ച പാപം അത് പുറത്തു കിട്ടാൻ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ 3 അരുവികളിലൊന്നിൽ അവനെ പ്രവേശിപ്പിക്കും. ഒന്നെങ്കിൽ തൗബത്തുൻ നസൂഹിനുള്ള തൗഫീഖ് അവന് കൊടുക്കും, അതല്ല എങ്കിൽ അവന് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും, അതല്ല എങ്കിൽ അവനെ മുസീബത്തുകൾ ബാധിപ്പിച്ച് ദുനിയാവിൽ അത് പുറത്തു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു ഖൈറാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫവറദൽ ഖിയാമത ത്വയ്യിബൻ താഹിറൻ ഫലം യഹ്തജ് ഇല നഹ്രി റാബിഅ, അങ്ങനെ പരലോകത്ത് അവൻ എത്തുമ്പോൾ ഏറ്റവും ത്വയ്യിബായ, ഏറ്റവും നല്ല വൃത്തിയുള്ള അവസ്ഥയിൽ, ശുദ്ധിയായ അവസ്ഥയിലാണ് അവൻ എത്തുക. വേറൊരു അരുവിയിൽ അവനെ കഴുകേണ്ടി വരൂല, അഥവാ നരകത്തിലേക്ക് അവനെ ഇടേണ്ടി വരില്ല. ഇനി പറയുന്ന ഒരു കാര്യം വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. വതൗബത്തുൽ അബ്ദി ഇലല്ലാഹി തആല മഹ്ഫൂഫത്തുൻ ബിതൗബത്തിൻ മിനല്ലാഹി അലൈഹി ഖബ്ലഹാ വതൗബത്തുൻ മിൻഹു ബഅദഹാ. അള്ളാഹുവിലേക്കുള്ള അടിമയുടെ തൗബ എന്നുള്ളത്, ഒരടിമ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു എന്നുള്ളത് 2 കാര്യങ്ങളെ ബന്ധിപ്പിച്ച് നിൽക്കുന്നതാണ്. ഒന്ന്, ബിതൗബത്തിൻ മിനല്ലാഹി അലൈഹി ഖബ്ലഹാ, അവൻ ആ തൗബ ചെയ്യുന്നതിന് മുൻപ് 2 കാര്യങ്ങളുടെ നടുവിലാണ് ഒരു അടിമ അള്ളാഹുലേക്ക് മടങ്ങിയെന്ന അവസ്ഥ ഉണ്ടാവുക. ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. അള്ളാഹുലേക്ക് ഒരു അടിമ തൗബ ചെയ്ത് മടങ്ങുന്ന ആ ഒരു അവസ്ഥ 2 കാര്യങ്ങളുടെ ഇടയിലായിരിക്കും. ഒന്നാമത്തേത്, അവൻ ആ തൗബ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹു അവന് തൗബ ചെയ്യാനുള്ള അവസരം നൽകുന്നു എന്നുള്ളത്. വതൗബത്തിൻ മിൻഹു ബഅദഹാ, ആ തൗബ ചെയ്തതിന് ശേഷമുള്ള ഒരു തൗബയും. അതായത് 3 തൗബയാണ് യഥാർത്ഥത്തിൽ അടിമ അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാവുന്നത്. ഒരടിമ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അതിന് മുമ്പേ അള്ളാഹുവിൽ നിന്നൊരു തൗബയുണ്ട്, അത് കഴിഞ്ഞാൽ അവൻ തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന് തൗബയുണ്ട്. എന്താണത്? ഫതൗബതുഹു ബൈന തൗബതൈനി മിനല്ലാഹ്, അപ്പൊ അടിമയുടെ തൗബ എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള 2 തൗബയുടെ നടുവിലാണ്. അടിമയുടെ തൗബ അള്ളാഹുവിൽ നിന്നുള്ള 2 തൗബയുടെ നടുവിലാണ്. സാബിഖത്തിൻ വലാഹിഖത്തിൻ, ഒന്ന് അതിനെ മുൻകടന്നിട്ടും ഒന്ന് അതിനോടൊപ്പം വരുന്നതും, ഫൈന്നഹു അതിനോട് ചേർന്ന് വരുന്നതും. ഫൈന്നഹു താബ അലൈഹി അവ്വലൻ ഇദ്നൻ വതൗഫീഖൻ വഇൽഹാമൻ. ഒന്നാമത്തെ അള്ളാഹു എന്നുള്ള തൗബ എന്ന് പറഞ്ഞാൽ എന്താ? ആ അടിമക്ക് തൗബ ചെയ്യാനുള്ള അനുവാദവും തൗഫീഖും ഇൽഹാമും അള്ളാഹു നൽകുന്നു.
അതായത് ഒരാൾ പാപം തുടരുന്നു, പാപിയായി ജീവിക്കുന്നുവെങ്കിൽ അവൻ തൗബ ചെയ്ത് മടങ്ങണമെങ്കിൽ ആദ്യം എന്ത് വേണം? അള്ളാഹുവിന് തൗഫീഖ് കൊടുക്കണം. അവൻ തൗബ ചെയ്യാൻ ഉദ്ദേശിക്കണം. അതിനുള്ള ഇൽഹാം അള്ളാഹു ഇട്ട് കൊടുക്കണം. അപ്പോ ഒന്നാമത്തേത് അള്ളാഹു നൽകുന്ന തൗഫീഖിന്റെ തൗബ, ആദ്യത്തേത്. ഫതാബൽ അബ്ദു, അത് ലഭിക്കുമ്പോൾ അടിമയുടെ ഭാഗത്ത് നിന്ന് തൗബ ചെയ്യുന്നു. ഫതാബല്ലാഹു അലൈഹി സാനിയൻ ഖബൂലൻ വൈസാബത്തൻ, അതിനുശേഷം അപ്പൊ അടിമ തൗബ ചെയ്ത് മടങ്ങി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ ഒരു തൗബ ഉണ്ട്. എന്താണ്? അവൻ ചെയ്ത ആ തൗബ അള്ളാഹു തആല സ്വീകരിക്കുന്നു, അതിന് പ്രതിഫലം നൽകുന്നു, അതിന് ആ അവസ്ഥയിൽ അവനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു. ആ അവസ്ഥയിൽ അവനെ നിലനിർത്തുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പൊ ഒന്നാമത്തേത് അള്ളാഹു തൗബ ചെയ്യാൻ തൗഫീഖ് നൽകണം, രണ്ടാമത്തേത് അടിമയുടെ തൗബയുണ്ടാകുന്നു, മൂന്നാമത്തേത് ആ തൗബ അള്ളാഹു തആല സ്വീകരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു തആല ഈ രണ്ട് തൗബയെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 117-18 ആയത്തുകളിൽ അള്ളാഹു മുഹാജിറുകളെയും അൻസാറുകളെയും പറ്റി പറയുന്നിടത്ത് ലഖദ് താബല്ലാഹു അലൻ നബി والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم. അള്ളാഹു ആദ്യം പറഞ്ഞു ലഖദ് താബല്ലാഹു അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെയും മുഹാജിറുകളുടെ മേലെയും അൻസാറുകളുടെ മേലെയും ഞെരുക്കമുള്ള അവസ്ഥയിൽ നബിയെ പിൻപറ്റിക്കൊണ്ട് വളരെ തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പം നിന്ന ആ സഹാബികൾക്ക് അള്ളാഹു തൗബ ചെയ്യാൻ അള്ളാഹു തൗബ അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അതെല്ലാം പറഞ്ഞിട്ട് പറയാണ് സുമ്മ താബ അലൈഹിം, പിന്നെയും അവരിലേക്ക് എന്ത് ചെയ്തു? അള്ളാഹു തൗബ ചെയ്തു. അതാ ഒന്നാമത്തേത് അവർക്ക് തൗബ ചെയ്യാൻ തൗഫീഖ് നൽകി, രണ്ടാമത്തേത് അവർ തൗബ ചെയ്തപ്പോൾ ആ തൗബ സ്വീകരിക്കുകയും ചെയ്തു. ഇന്നഹു ബിഹിം റഊഫും റഹീം, അള്ളാഹു റഊഫും റഹീമാണ്. അപ്പൊ തൗബ ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്നും അടിമയിൽ നിന്നാണ്. എന്നിട്ട് പറയാണ് വൽ അബ്ദു തവ്വാബുൻ, അടിമ തൗബ ചെയ്യുന്നവനാണ്. വല്ലാഹു തവ്വാബുൻ, അള്ളാഹു തവ്വാബാണ്. അടിമയെ പറ്റിയിട്ടും തവ്വാബ് എന്ന് പറയും, അള്ളാഹിനെ പറ്റിയിട്ട് എന്ത് പറയും? തവ്വാബ് എന്ന് പറയും. എന്താ അർത്ഥം? അടിമ തവ്വാബാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്. അള്ളാഹുവിനെ തവ്വാബ് എന്ന് പറയുമ്പോൾ തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നവനും അത് സ്വീകരിക്കുന്നവനുമാണ് അള്ളാഹു തആല. ഫതൗബത്തുൽ അബ്ദി റുജൂഉഹു ഇലാ സയ്യിദിഹി ബഅദൽ ഇബാഖ്, അടിമയുടെ തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമ അവന്റെ യജമാനിൽ നിന്ന് ഓടി അകന്നതിന് ശേഷം ആ യജമാനിലേക്ക് മടങ്ങുന്നതാണ് അടിമയുടെ തൗബ. വതൗബത്തുർ റബ്ബി നൗആൻ, യജമാനനായ റബ്ബായ അള്ളാഹുവിന്റെ തൗബ രണ്ടിനമാണ്. ഇദ്നുൻ വ തൗഫീഖുൻ, തൗബ ചെയ്യാനുള്ള അനുവാദവും തൗഫീഖും നൽകുന്നു. വഖബൂലുൻ വഇഅ്തിദാദുൻ, അത് സ്വീകരിക്കുകയും അതിൽ നിലനിർത്തുകയും അതിന് സ്വീകരിക്കുകയും എല്ലാം ചെയ്യുന്നു. തൗവാബാണ്, അടിമ തൗവാബാണ് എന്നീ കാര്യം പറഞ്ഞിട്ട് അള്ളാഹുവിൽ നിന്നുള്ള രണ്ട് തൗബയും അടിമയുടെ ഒരു തൗബയും ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു ഭാഗം, ഈ ഒരു വിഷയത്തിന്റെ ചർച്ച ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുന്നത് വത്തൗബത്തു ലഹാ മബ്ദഉൻ വമുൻതഹ, തൗബക്ക്, ഈ തൗബത്തുൻ നസൂഹക്ക് അല്ലെങ്കിൽ യഥാർത്ഥമുള്ള തൗബക്ക് ഒരു തുടക്കവും ഒരു ഒടുക്കവുമുണ്ട്, തുടക്കവും അവസാനവുമുണ്ട്. فمبدأها الرجوع إلى الله بسلوك صراطه المستقيم الذي نصبه لعباده. അതിന്റെ തുടക്കം, തൗബയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. ബിസുലൂക്കി സിറാത്തിഹിൽ മുസ്തഖീം, അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ള ഒരുക്കിയിട്ടുള്ള നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും സഞ്ചരിച്ചിട്ടുള്ള മാർഗത്തിൽ, അല്ലദീന സബഹു ലിഇബാദിഹി, അടിമകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ഇൽമും അമലും ഉൾക്കൊണ്ടിട്ടുള്ള പാത, അതിലേക്ക് പ്രവേശിച്ചിട്ടാണ് തൗബയുടെ തുടക്കം. വമൂസിലൻ ഇലാ റുദ്വാനിഹി, അത് അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക് എത്തിക്കുന്നു. വഅമറഹും ബിസുലൂകിഹി ബിഖൗലിഹി, ആ ഒരു പാതയിലേക്ക് പ്രവേശിക്കണമെന്ന് അല്ലാഹു സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്തിൽ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ, ഇതാണ് എൻ്റെ നേരെ ചൊവ്വയുള്ള മാർഗം, ഇത് നിങ്ങൾ പിൻപറ്റുക, മറ്റുള്ളതൊന്നും പിൻപറ്റരുത് എന്നുള്ള ആയത്തിലൂടെ അല്ലാഹു കൽപ്പിച്ചു. വനിഹായതുഹാ, ഇതിന്റെ അവസാനം, ഈ തൗബയുടെ അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർറുജൂഉ ഇലൈഹി ഫിൽ മആദ്, പരലോകത്ത് അള്ളാഹുലേക്ക് മടങ്ങലാണ്. തൗബയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ സഞ്ചാരത്തിൽ കയറലാണ്. അതിന്റെ ഒടുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് അള്ളാഹുലേക്ക് മടങ്ങലാണ്. വസുലൂഖു സിറാത്തിഹി അല്ലദീ നസബഹു മൂസിലൻ ഇലാ ജന്നതിഹി, അവിടെയുള്ള ആ പാതയിലേക്കുള്ള പോക്കാണ്. ഏതാണ് ആ സിറാത്തുള്ളത്? ആ പാലം ഏതാണ്? സ്വർഗത്തിലേക്കുള്ള പ്രവേശനമായിക്കൊണ്ട് അള്ളാഹു നാളെ വെക്കുന്ന ആ പാലം, നാളെ പരലോകത്ത് വെക്കുന്ന സിറാത്ത്. ഫമൻ റജഅ ഇലല്ലാഹി ഫി ഹാദിഹി ദാരി ബിത്തൗബ, ആരാണോ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ഭവനത്തിൽ തൗബ ചെയ്തുകൊണ്ട് ആ അള്ളാഹുലേക്ക് മടങ്ങുന്നത്, റജഅ ഇലൈഹി ഫിൽ മആദ് ബിത്തവാബ്,
നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം ലഭിക്കാൻ അവനിലേക്ക് പരലോകത്തും മടങ്ങും അവൻ. അഥവാ തൗബ ചെയ്യുന്നവൻ ഈ ദുനിയാവിൽ പാവങ്ങൾ അവസാനിപ്പിച്ച് തൗബത്തുൻ നസൂഹ് ചെയ്യുന്നവൻ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കുന്നവൻ, പരലോകത്ത് അള്ളാഹുവിലേക്ക്, അള്ളാഹു സ്വർഗത്തിലേക്ക് ഒരുക്കിയിട്ടുള്ള സിറാത്തിലേക്ക് അതിന്റെ പ്രതിഫലം നേടാൻ വേണ്ടി, വാങ്ങാൻ വേണ്ടി അവൻ എത്തുന്നതാണ്, മടങ്ങുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയും തൗബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ചർച്ചയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും തൗബയുമായി ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കിതാബിലെ മൻസിലത്ത് പറയുന്നതിൽ ഏറ്റവും വലുതാണ് തൗബയുടെ മൻസിലത്ത് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ കിതാബ് ഇനി ഇൻഷാ അല്ലാഹ് റമളാനിൽ ഓൺലൈനായിക്കൊണ്ട് ഇതെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണ് എങ്കിൽ പിന്നെ കിതാബ് റമളാനിൽ വായിച്ചു തീർക്കാൻ ഉദ്ദേശമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെയെങ്കിൽ കേൾക്കുക, അത് കേട്ടിട്ടുള്ള ആളുകൾ അതിൻ്റെ ബാക്കിയും കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും കുറച്ചായിട്ടുള്ളൂ, ഇതിൻ്റെ കാൽഭാഗം പോലും ആയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതിൽ ഈ കിതാബിലൂടെ അറിയാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കാനും സാധിക്കും. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങളാണിതിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും യഥാർത്ഥ രൂപത്തിൽ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന അടിമകളായി, അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന അടിമകളായി നമ്മെ മാറ്റുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.